ഒന്നാലോചിച്ചു നോക്കൂ, നമ്മളെല്ലാവരും ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ? ഭയം, അശുദ്ധി, മരണം. എന്നാൽ ഇവയെ തന്നെ മോക്ഷത്തിലേക്കുള്ളൊരു വഴിയാക്കി മാറ്റുന്നൊരു തത്വചിന്തയുണ്ടെങ്കിലോ? നമ്മുടെ എല്ലാ ധാരണകളെയും ചോദ്യം ചെയ്യുന്ന, പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പുരാതന പാതയെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതിലേക്കുള്ള താക്കോൽ ഒരൊറ്റ ചിത്രത്തിലുണ്ട്. ഈ ചിത്രം കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? വളരെ തീവ്രമാണ്. ചിലപ്പോൾ കുറച്ച് ഭയം തോന്നാം, പക്ഷെ അതേസമയം വല്ലാതെ ആകർഷിക്കുന്നുമുണ്ട് അല്ലേ? ഇതാണ് ശ്മശാനതാര. നമ്മുടെ ശുദ്ധിയെയും അശുദ്ധിയെയും കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളെയും തകർക്കുന്ന ഒരു വലിയ തത്വചിന്തയുടെ പ്രതീകമാണിത്. ഈ ചിത്രം ശരിക്കും ഒരു കവാടമാണ്. കൂരിരുട്ടിലൂടെ പ്രകാശത്തെ കണ്ടെത്തുന്ന ഒരു വഴിയേക്കുള്ള കവാടം. അപ്പോൾ ഇതാണ് ഈ പാത നമ്മളോട് ചോദിക്കുന്ന അടിസ്ഥാനപരമായൊരു ചോദ്യം. നമ്മളെപ്പോഴും ഒഴിവാക്കാൻ ശ്രമിക്കുന്ന മരണം, ജീർണത, ഭയം ഇവയൊക്കെ അറിവിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള പടികളാക്കി മാറ്റാൻ കഴിയുമോ? ഇത് ഭയത്തെ ആരാധിക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ഭയത്തെ മറികടക്കുന്നതിനെക്കുറിച്ചാണ്. ഈ ഒരു ആശയം നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് അഘോര എന്ന വാക്കിന്റെ ഹൃദയത്തിലേക്കാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഭയാനകമായി തോന്നാമെങ്കിലും ആ പേരിൽ തന്നെ ഒരു വലിയ വൈരുദ്ധ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ വൈരുദ്ധ്യമാണ് ശരിക്കും ഈ പാതയുടെ കാതൽ. കണ്ടോ, അഘോര എന്ന വാക്ക് തന്നെ നമ്മുടെ പ്രതീക്ഷകളെ തകിടമറിക്കുകയാണ്. ഘോര എന്നാൽ ഇരുട്ട്, അജ്ഞത. അഘോര എന്നാൽ അതിന്റെ വിപരീതം, പ്രകാശം. അതായത് ഇരുട്ടില്ലാത്ത അവസ്ഥ. അപ്പോൾ ഇത് ഇരുട്ടിന്റെ ആരാധനയല്ല, മറിച്ച് അജ്ഞതയാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കി ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് എത്തുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പാത ഇരുട്ടിനെ പ്രകാശമാക്കി മാറ്റുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ ഈ വഴി പരിഹരിക്കാൻ ശ്രമിക്കുന്ന ചില അടിസ്ഥാനപരമായ മാനുഷിക പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം അറിയണം. എന്താണ് നമ്മളെ ഓരോരുത്തരെയും പരിമിതികളുടെ ഒരു ചങ്ങലയിൽ തളച്ചിടുന്നത്? ഇവയാണ് ആ 8 കെണികൾ. കാമം, ക്രോധം, വ്യാമോഹം, ഭയം. ഇവ വെറും വാക്കുകളല്ല അല്ലേ? നമ്മുടെയൊക്കെ ഉള്ളിലെ കെട്ടുകളാണ്. നമ്മളെ തടവിലാക്കുകയും നമ്മുടെ യഥാർത്ഥ സ്വത്വത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്ന ആന്തരിക ചങ്ങലകൾ. സത്യം പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്ന് ഇന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? ഇതൊരു സാധാരണ പ്രസ്താവനയല്ല. ഈ കാഴ്ചപ്പാടനുസരിച്ച് യഥാർത്ഥ രോഗം പുറത്തുനിന്നുള്ള ഒന്നല്ല, മറിച്ച് നമ്മൾ ഈ മുറുകെ പിടിക്കുന്ന പരിമിതമായ ഞാൻ എന്ന അഹംഭാവം തന്നെയാണ്. അപ്പോൾ എന്താണ് ഇതിനൊരു ചികിത്സ? ഇതിനുള്ള ഉത്തരം വരുന്നത് തന്ത്രയുടെ പാരമ്പര്യത്തിൽ നിന്നാണ്. അതിൽ നിന്നാണ് അഘോരയും ഉണ്ടാകുന്നത്. തന്ത്ര മനസ്സിനെ ഒരു പാപമായിട്ടല്ല കാണുന്നത്, മറിച്ച് പര്യവേഷണം ചെയ്യേണ്ട, മനസ്സിലാക്കേണ്ട ഒരു മേഖലയായിട്ടാണ് കാണുന്നത്. നമ്മുടെ പരിമിതികളെ മറികടക്കാനുള്ള ഒരു തരം മാനസിക ശാസ്ത്രം. ഇനി നമുക്ക് ആ ആദ്യത്തെ ചിത്രത്തിലേക്ക് തിരിച്ചു പോകാം. കാരണം നമ്മൾ ഈ പറഞ്ഞ മാനസിക ശാസ്ത്രത്തിന്റെ ഓരോ പാഠവും ആ ശ്മശാനത്താരയുടെ രൂപത്തിൽ പ്രതീകാത്മകമായി അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ചിത്രത്തിന്റെ ഓരോ ഭാഗവും എന്താണ് പറയുന്നതെന്ന് നോക്കാം. ദേവി എവിടെയാണ് നിൽക്കുന്നത് എന്നതിൽ നിന്ന് തന്നെ തുടങ്ങാം. ശ്മശാനം കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയം തോന്നുന്നുണ്ടാവും അല്ലേ? എന്നാൽ അഘോരയുടെ കാഴ്ചപ്പാടിൽ ഇത് വിമോചനത്തിന്റെ സ്ഥലമാണ്. മരണം ഒരു യാഥാർത്ഥ്യമാണെന്ന നിരന്തരമായ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ നിസ്സാരമായ പേടികളെയും ടെൻഷനുകളെയും ഇല്ലാതാക്കുന്നു. ഏറ്റവും വലിയ സത്യത്തെ നേരിട്ട് കാണുമ്പോൾ പിന്നെ ചെറിയ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. ഓർമ്മയുണ്ടോ ദേവിയുടെ കഴുത്തിലെ ആ 8 തലകളുടെ മാല? അത് നമ്മൾ നേരത്തെ കണ്ട മനസ്സിനെ ബന്ധിക്കുന്ന 8 കെണികളുടെ നാശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇതൊരു ശിക്ഷയല്ല, മറിച്ചൊരു സർജറി പോലെയാണ്. നമ്മളെ തളച്ചിടുന്ന ആ രോഗം ബാധിച്ച ഭാഗം മുറിച്ചുമാറ്റുന്ന ഒരു ആന്തരിക ശസ്ത്രക്രിയ. ദേവിയുടെ മനുഷ്യക്കൈകൾ കൊണ്ടുള്ള ആ പാവാട നമ്മുടെ കർമ്മത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും പ്രതിപ്രവർത്തനത്തിന്റെയും അവസാനിക്കാത്തൊരു സൈക്കിളില്ലേ? നമ്മളെ വീണ്ടും വീണ്ടും ജന്മങ്ങളിൽ തളച്ചിടുന്ന ആ ചക്രത്തെയാണ് അവൾ ഇല്ലാതാക്കുന്നത്. ഇത്രയും തീവ്രമായ ഭയാനകമായ രൂപങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മൾ ഈ തത്വചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഹൃദയഭാഗത്തേക്കെത്തുകയാണ്. ആ ഭയപ്പെടുത്തുന്ന രൂപത്തിന് പിന്നിലെ സ്നേഹത്തിൻ്റെ വൈരുദ്ധ്യത്തിലേക്ക്. ഒരു വശത്ത് അഹംഭാവത്തെ നശിപ്പിക്കുന്ന തലകളണിയുന്ന ഭയാനകമായ രൂപം, മറുവശത്ത് നിരുപാധികമായ സ്നേഹം തരുന്ന ഏറ്റവും സുരക്ഷിതമായ ഒരമ്മ. അവളുടെ രൂപം എത്ര തീവ്രമാണെങ്കിലും വിമലാനന്ദൻ എന്ന ഗുരു പറയുന്നത് ഈ പ്രപഞ്ചശക്തിയെ സമീപിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവളെ സ്വന്തം അമ്മയായി കാണുകയെന്നതാണ്. ഇത് കേൾക്കുമ്പോൾ ആ ഭയാനകമായ ചിത്രം ഇപ്പോൾ അത്ര ഭയാനകമല്ലാതായി മാറുന്നുണ്ടോ? ഈ പാത നാശത്തിൻ്റെയല്ല, മറിച്ച് പ്രപഞ്ചമാകുന്ന ഒരമ്മയുടെ സ്നേഹത്തിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നതിൻ്റെയും വിശ്വസിക്കുന്നതിൻ്റെയുമാണ്. ഈയൊരു വിശ്വാസവും സമർപ്പണവുമാണ് അഘോരയുടെ പരിശീലനത്തിന്റെ കാതൽ. ഇത് വെറും പുറമേയുള്ള ആചാരമല്ല, മറിച്ച് അഗാധമായൊരു ആന്തരിക പരിവർത്തനമാണ്. നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു മരണം. ഈ വഴിയിൽ സമൂഹം അശുദ്ധം എന്ന് കരുതുന്ന കാര്യങ്ങളെ നേരിടേണ്ടിവരും.
എന്നാൽ ഇത് വെറുതെ ആസ്വദിക്കാനല്ല, മറിച്ച് ആ ഊർജ്ജങ്ങളെ നേരിട്ട് അഭിമുഖീകരിച്ച് അവയെ രൂപാന്തരപ്പെടുത്താനാണ്, ഒരു വിഷത്തെ മരുന്നാക്കി മാറ്റുന്നത് പോലെ. ഇതിന്റെയൊക്കെ അവസാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാറ്റിലും ആ ദൈവികതയെ കാണുക എന്നതാണ്. പ്രപഞ്ചം ഒരേ ബോധത്തിന്റെ പ്രകടനമാണെങ്കിൽ പിന്നെങ്ങനെ ഒന്നിന് ശുദ്ധമെന്നും മറ്റൊന്നിന് അശുദ്ധമെന്നും വേർതിരിക്കാനാകും? അഴുക്കും സ്വർണവും ഒരേ പ്രപഞ്ചത്തിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവാണിത്. അപ്പോ ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുക എന്നതിന്റെ അർത്ഥം ഇതാണ്. ഇത് ശരീരത്തിന്റെ മരണമല്ല, നമ്മുടെ അഹംഭാവത്തിന്റെ, ആ ഞാൻ എന്ന ഭാവത്തിന്റെ മരണമാണ്. നമ്മുടെ ചെറിയ പരിമിതമായ വ്യക്തിത്വത്തെ ഉപേക്ഷിച്ച് സർവ്വതുമായി ഒന്നായിത്തീരുന്ന പ്രക്രിയ. ഇതിന്റെ പിന്നിലെ ആശയം വളരെ ലളിതമാണ്, അല്ലേ? സംരക്ഷിക്കാൻ ഒരു ഞാനില്ലെങ്കിൽ പിന്നെ എന്തിനെയാണ് ഭയക്കേണ്ടത്? ഒന്നും സ്വന്തമായില്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെടാനുമില്ല. അതാണ് പൂർണ്ണമായ സ്വാതന്ത്ര്യം. അപ്പോ ഇത്രയും തീവ്രമായ, സങ്കീർണമായ ഈ പാത നമ്മളെ അവസാനം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? വളരെ ലളിതവും എന്നാൽ ഒരുപാട് ആഴവുമുള്ള ഒരു തിരിച്ചറിവിലേക്കാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ വരുന്ന ഒരു വലിയ മാറ്റത്തിലേക്ക്. ഈ പാതയുടെ ലക്ഷ്യം എന്തെങ്കിലും ശക്തി നേടുക എന്നതല്ല, സ്നേഹമാണ്. ആളുകളുടെ കുറവുകളോടുള്ള സ്നേഹമല്ല, മറിച്ച് അവർക്കെന്തായിത്തീരാൻ കഴിയുമെന്ന ആ സാധ്യതയോടുള്ള സ്നേഹമാണ്. ഒരു ചെറിയ വിത്തിൽ ഒരു വലിയ മരത്തെ കാണുന്നതുപോലെ. വിമലാനന്ദനയുടെ ഈ ഒരൊറ്റ വാചകത്തിലെല്ലാമുണ്ട്. നിങ്ങൾ ലോകത്തെ എങ്ങനെ കാണുന്നുവോ അതുപോലെ ലോകം നിങ്ങളെയും കാണും. നിങ്ങൾ ലോകത്തെ ഒരമ്മയായി കാണുകയാണെങ്കിൽ ലോകം നിങ്ങളെ ഒരു മകനായിട്ടോ മകളായിട്ടോ കാണും. അപ്പോൾ പിന്നെ ഭയമോ നിരാശയോ ഇല്ല. ലോകം ഒരു ശത്രുവല്ല, സംരക്ഷകനാണ്. അപ്പോൾ ഈയൊരു വിശകലനം ഇവിടെ തീരുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നു. ഈ സമ്പൂർണമായ സ്വീകാര്യതയുടെ തത്വശാസ്ത്രം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം? നമ്മൾ ഭയക്കുന്ന, വെറുക്കുന്ന, ഒളിപ്പിച്ചുവെക്കുന്ന നമ്മുടെ തന്നെ ഭാഗങ്ങളെ ഒരു അമ്മയുടെ സ്നേഹത്തോടെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുമോ?